ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി കൂട്ടുകറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ കൂട്ടുകറി തയ്യാറാക്കാൻ പോകുന്നത് ചട്ടിക്കകത്താണ്. ഞാനിതിലേക്ക് 1 കപ്പ് ചേന ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കായയും അതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് നടുകെ കീറിയത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. അതൊരു 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഷ്ണങ്ങളെല്ലാം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കഷ്ണങ്ങളെല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കടല ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. കടല ഞാൻ വേറെ സെപ്പറേറ്റ് വേവിച്ച് വെക്കുകയാണ് ചെയ്തത്. ഉപ്പിട്ടിട്ട് വേവിച്ച് വെക്കാം. ഇനി നിങ്ങൾ എടുക്കുന്ന ചേനയ്ക്ക് വേവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. വേവിച്ചതിന് ശേഷം ഉപ്പ് ചേർക്കാം. എന്താ ഇപ്പോൾ ഞാനിവിടെ കടല നേരത്തെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1.5 കപ്പോളം കടലയുണ്ട്. ഇതിപ്പോൾ വെള്ളക്കടലയാണ്. സാധാ കറുത്ത കടലയാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കായയും ചേനയും എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കൂട്ടുകറിയിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഫുൾ തേങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് തേങ്ങ അരയ്ക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പൊടിച്ചതില്ലെങ്കിൽ സാധാ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടിച്ചാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് പൊടി ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുന്ന ടൈമിൽ ഒരുപാട് ചേർത്ത് കൊടുക്കുക, കാരണം നമുക്ക് നല്ലപോലെ പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം. അപ്പോൾ ആവശ്യത്തിന് തന്നെ വെള്ളം ചേർത്ത് കൊടുത്ത് ഇതുപോലെ അരച്ചെടുക്കുക. ഇനി ഈ അരപ്പ് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ അരപ്പെല്ലാം ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങയും കൂടി ഒന്ന് ചൂടാവാൻ വേണ്ടി. അതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട വറവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ചെറിയ പിടി ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഉഴുന്ന് ചേർത്ത് വറുത്തെടുക്കുമ്പോൾ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഉഴുന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിൽ തേങ്ങയാണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഈ വറവ് തയ്യാറാക്കാനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങയും ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ വറുത്തെടുത്ത ആ തേങ്ങയും ഉഴുന്നും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ കടലയും ചേനയും കായലേക്കും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. പിന്നെ നമ്മൾ ആ തേങ്ങ വറുത്തെടുക്കേണ്ട കുറച്ച് ടൈമേ ആവശ്യമുള്ളൂ. കഷ്ണങ്ങളെല്ലാം വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കൂട്ടുകറി എന്നുള്ളത്.
ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടിച്ചതാണ്. അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ കൂട്ടുകറിക്ക്. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കടുക് വറുത്തൊന്ന് ചേർക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. ഒരു വറ്റൽമുളക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.